24-ാം തീയതി വൈകിട്ട് ഞാൻ ജോലിയും കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ എൻ്റെ തല ഒരുമാതിരി പെരുത്തിരിക്കുമായിരുന്നു കേട്ടോ. എന്തൊക്കെ എങ്ങനെയൊക്കെ ചെയ്ത് തീർക്കണമെന്ന് ഒരു തിട്ടമില്ലായിരുന്നു. കുറേ സാധനങ്ങൾ വാങ്ങാനുണ്ട്. എന്തെങ്കിലും മറന്നു പോകുമോ എന്നൊക്കെ ഉള്ളൊരു ആശങ്ക ഉണ്ടായിരുന്നു. ഇവിടെ എല്ലാം റോഡ് അലങ്കരിച്ചിട്ടിരിക്കുകയായിരുന്നു. തങ്കയങ്കി ഘോഷയാത്ര ഇതുവഴി കടന്നു വരുന്നുണ്ടായിരുന്നു. എനിക്ക് കാണാൻ പറ്റിയില്ല. മോനുകുട്ടൻ രാവിലെ ഇങ്ങോട്ട് പോയിരുന്നു. ജാനിക്കുട്ടിയും കുഞ്ഞോനും കൂക്കും എല്ലാവരും കൂടി അത് കാണാൻ പോയി. സാധനങ്ങളെല്ലാം വാങ്ങിച്ചു വന്നപ്പോഴത്തേക്ക് കുറച്ച് വൈകി. അവിടെ കയറി മോനുകുട്ടനെയും വിളിച്ച് ജാനിക്കുട്ടിക്കും കുഞ്ഞോനും കേക്കും ഒക്കെ കൊടുത്ത് ഞങ്ങൾ വീട്ടിലെത്തി. മാമിയും ചിപ്പിയും കൊച്ചോളും വന്നിട്ടുണ്ടായിരുന്നേ. അവരെ വീടൊക്കെ തുറന്ന് അവിടെ ഇരുത്തിയിട്ട് ഞാനും മോനുകുട്ടനോട് പള്ളിയിലോട്ട് വന്നതാണ്. ഞാൻ പള്ളിക്കകത്തൊന്നും കയറുന്നില്ല കേട്ടോ. മോനുകുട്ടൻ കുളിച്ച് റെഡി ആയതുകൊണ്ട് കുരുത്തോല അവൻ്റെ കയ്യിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഓശാനയ്ക്ക് വാങ്ങുന്ന കുരുത്തോല, വാഴ്ത്തിയ കുരുത്തോലയാണ്. അത് ഓശാന ഞായറാഴ്ച നമ്മൾ വീട്ടിൽ കൊണ്ടുപോയി സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ ക്രിസ്മസിൻ്റെ അന്നത്തെ രാത്രിയിലുള്ള ശുശ്രൂഷയിൽ പള്ളിയിൽ കൊണ്ടെത്തിക്കണം. അന്ന് തീജ്വാല ശുശ്രൂഷയുണ്ട്. അപ്പോൾ അതെല്ലാം കത്തിക്കുന്ന ഒരു ചടങ്ങുണ്ട്. ഞങ്ങളെല്ലാ കൊല്ലവും കുരുത്തോല വീട്ടിൽ കൊണ്ടുവരാറുണ്ട്. അപ്പോൾ ഇന്നതൊക്കെ കൊണ്ട് കൊടുത്തിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ്. പോകുന്ന വഴിക്ക് അവിടെ ഒരു ഹോട്ടലിൽ കയറി കുറച്ച് പൊറോട്ടയും ടൊമാറ്റോ റോസ്റ്റും വാങ്ങിച്ചിട്ട് പോയി ഫുഡ് ഉണ്ടാക്കുന്ന ഇനിയും താമസമാണ് അതുകൊണ്ട് കേട്ടോ. പിന്നെ അമ്മ രാവിലത്തേക്കുള്ള അപ്പത്തിനുള്ള മാവൊക്കെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. കേക്കൊക്കെ കൊണ്ടുവന്നതൊക്കെ കട്ട് ചെയ്ത് അവർ കൂടിയൊക്കെ കൊടുത്തു. മാമി കുറച്ച് പായസം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അവരും തങ്കയങ്കി ഘോഷയാത്ര കാണാൻ പോയിട്ടുണ്ടായിരുന്നു. അവിടുന്ന് കിട്ടിയതാട്ടോ. ഇമ്മിണി ചിക്കൻ എടുത്തിട്ടുണ്ട്. അത് കുറച്ച് മസാലയൊക്കെ ഇട്ട് കോൺഫ്ലോറും ഒക്കെ ഇട്ട് പെരട്ടി അങ്ങോട്ട് മാറ്റി വയ്ക്കുന്നുണ്ട്. പിന്നെ പോയി കുളിയും ജപമൊക്കെ കഴിഞ്ഞ് വന്നു. ഇവിടെ രണ്ടുപേരും നാളത്തേക്കുള്ള വെളുത്തുള്ളിയും സവാളയൊക്കെ എടുത്ത് റെഡിയാക്കുന്നുണ്ട്. ഇങ്ങോട്ട് വിളിച്ചപ്പോഴേ ചിപ്പി എന്നോട് ചോദിച്ചേ കോൺഫ്ലോറൊക്കെ ഇട്ട് ചിക്കൻ ഒന്ന് വറുത്ത് തരുമോ എന്ന്. പക്ഷേ ക്രിസ്തുമസിൻ്റെ അന്നും അവൾക്ക് ഡ്യൂട്ടി ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് തന്നെ ഇത് റെഡിയാക്കി അങ്ങോട്ട് കൊടുക്കുന്നത്. അപ്പോൾ പൊറോട്ടയും ചിക്കനും ടൊമാറ്റോ റോസ്റ്റും ഒക്കെ അവർ കഴിക്കാൻ എടുക്കുന്നുണ്ട്. എനിക്കും മാമിക്കും ചോറ് മതി. ചോറിന് ഇത്തിരി മെഴുക്ക് വരട്ടിയോ ഏതാണ്ടൊക്കെ ഇച്ചിരി കൂട്ടാനൊക്കെ ഇരിപ്പുണ്ട്. പിന്നെ ചിക്കനും ഇതൊക്കെ ഉണ്ടല്ലോ. ഈ ടൊമാറ്റോ റോസ്റ്റ് ചോറ് കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. എന്നും നമ്മൾ 8 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് അത്താഴം കഴിക്കുന്നത്. ഇന്നിപ്പോൾ താമസിച്ച് 9 മണിയോളം എന്നാലും കുഴപ്പമില്ല. അവൾക്കത് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയല്ലോ, അത് വലിയ സന്തോഷം. ഈ 2025 പറയുന്നത് എന്നെ സംബന്ധിച്ചൊരു ജഗജില്ലി വർഷമായിരുന്നു. എന്നെപ്പോലെ ഒരാൾക്ക് ഒരിക്കലും കടന്നു വരാൻ പറ്റാത്ത വഴികളിലൂടെയൊക്കെ, ഒട്ടും ചിന്തിക്കാൻ പോലും പറ്റാത്ത വഴികളിലൂടെയൊക്കെ ഞാൻ നടന്നു. എങ്ങനെ കടന്നു വന്നു എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും വന്നു. മുന്നോട്ട് ഇനി എന്തൊക്കെയാണെന്ന് കണ്ടറിയാം.